ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ ഫെബ്രുവരി 26, 2025. അപ്പോൾ നാളെ മഹാശിവരാത്രിയാണ്. എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ശിവരാത്രിയുടെ തലേദിവസം നമ്മൾ ഉച്ച വരെ അല്ലെങ്കിൽ വൈകിട്ട് വരെ നമ്മൾ മത്സ്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം രാത്രിത്തെ ആഹാരത്തിന് നമ്മൾ മത്സ്യമോ മാംസമോ ഒന്നും ഉപയോഗിക്കാറില്ല. അതൊക്കെ ഉപേക്ഷിക്കും. അപ്പോൾ എന്തെങ്കിലും ഗോതമ്പിലുള്ള എന്തെങ്കിലും ആയിരിക്കും മിക്കവാറും കഴിക്കുക. അതൊക്കെ ഈ വ്രതങ്ങളെന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അത് കഴിക്കാറുള്ളത്. ചില ആൾക്കാരൊക്കെ ഇപ്പം ഷുഗറും ഒക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ പട്ടിണിയായിട്ടൊക്കെ ഇരുന്ന് വ്രതം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യണം, അവർക്ക് രാവിലെ ഗോതമ്പിലുള്ള എന്തെങ്കിലും കഴിക്കാം. അതുപോലെ വയറ് പട്ടിണിക്കിടയൊന്നും വേണ്ട, നമ്മളെ വയറ് നിറച്ച് തന്നെ കഴിക്കുക. ഉച്ചയ്ക്ക് ചിലപ്പോൾ ഒരു നേരത്തെ ചോറെന്ന് പറയുമ്പോൾ ചോറിൽ തൈരോ ചമ്മന്തിയോ ഒക്കെ വെച്ച് കഴിക്കാം. പിന്നെ രാത്രി ആയാലും അവർക്ക് ഗോതമ്പിൽ എന്തെങ്കിലും കഴിക്കാം. അതായത് അരി ആഹാരം ഒരു നേരം. അപ്പോൾ ഇന്ന അരി പച്ചരി എന്നൊക്കെ ഉണ്ടല്ലോ, വെള്ളയരി, അപ്പോൾ അത് തന്നെ വേണം അങ്ങനെയൊന്നുമില്ല. ദൈവം നമുക്ക് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഇന്നതേ കഴിക്കാവൂ, എനിക്ക് വേണ്ടി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. എല്ലാം മനുഷ്യൻ എടുക്കുന്ന ഓരോ സംഭവങ്ങളല്ലേ. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തോന്ന് തോന്നുന്നു നമ്മൾ അതൊക്കെയാണ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ഇവിടെ അങ്ങനെ വലിയ വ്രതങ്ങളൊന്നുമില്ല. ഇതുപോലെ രാവിലെ കഴിക്കും, നമുക്കൊക്കെ രാവിലെ കഴിക്കണം. അതുകൊണ്ട് ഞാൻ രാവിലെ എന്തെങ്കിലുമൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. പിന്നെ ശിവരാത്രി നമ്മൾ മിക്കവാറും നമ്മൾ മത്സ്യങ്ങളൊന്നും വാങ്ങാറില്ല. പക്ഷെ രാവിലെയും ഉച്ചയ്ക്കും രാത്രി ആഹാരം കഴിക്കും. പിന്നെ അങ്ങനെ വ്രതം നല്ല അടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഗോതമ്പോ അരിയെല്ലാം ഉപേക്ഷിക്കണം. അവർക്കുള്ളത് പഴങ്ങൾ, പച്ചക്കറി ആഹാരം, പിന്നെ കൂടുതലും നമ്മൾ മരച്ചീനി അല്ലേ, ചിലയിടത്ത് കിഴങ്ങെന്ന് പറയും, കപ്പ എന്ന് പറയും, കപ്പയൊക്കെ പുഴുങ്ങി കഴിക്കുക. പിന്നെ അതുപോലെ തന്നെ ചീനിക്കിഴങ്ങുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ പുഴുങ്ങി കഴിക്കുക. അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ. പിന്നെ കടല അവിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കടലയാണ് അവർ അവിച്ച് തരുന്നത് ഉറക്കൊഴിയാൻ വേണ്ടി. അതാണ് അവിടുത്തെ ആഹാരം എന്നുള്ളത്. അതൊക്കെയാണ് നമ്മൾ ശിവരാത്രി. അതുപോലെ ശിവരാത്രിക്ക് ഉറക്കം കഴിയുമ്പോഴത്തേക്ക് ഓരോരുത്തരും പറയും നമ്മൾ പിറ്റേ ദിവസം വൈകിട്ട് വരെ ചന്ദ്രനെ കണ്ടിട്ട് ഉറങ്ങാവൂന്ന് പറയും. അത് ഓരോരുത്തരുടെ ധർമ്മം പോലെയൊക്കെ ഇരിക്കും. പക്ഷെ അങ്ങനെയല്ല, രാത്രി 12 മണി വരെയും ഉറക്കമൊഴിക്കുന്ന ആൾക്കാരുണ്ട്. അതിനുശേഷം അതായത് പാതി വ്രതം എന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പാതി വ്രതം എനിക്കൊന്ന് അത്രയ്ക്കൊന്നും ചിലപ്പോൾ കപ്പാസിറ്റി ഇല്ല പിറ്റേ ദിവസം വൈകിട്ടൊരു ഉറക്കം ഒഴിയാനുള്ള. എനിക്ക് പെട്ടെന്ന് ഉറക്കം വരും. അപ്പം നമ്മൾ പകുതിയായിട്ടാണ് ചെയ്യുന്നത്. 12 മണി വരെയൊക്കെ ഉറക്കം ഒഴിയും. പക്ഷേ നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ഉറക്കം ഒഴിയുന്നത് ആ കാര്യം നമ്മുടെ മനസ്സിൽ ആ ദിവസം മൊത്തം മനസ്സിൽ അങ്ങ് പ്രാർത്ഥിക്കുക. പക്ഷേ അത് നമുക്ക് നല്ലതാണ്. അത് ദൈവം നിങ്ങൾ എനിക്ക് ഇത്രയും നേരം ഉറക്കമൊഴിഞ്ഞിരുന്നു, പിറ്റേ ദിവസം വൈകിട്ട് വരെ ഉറക്കമൊഴിഞ്ഞിരുന്നു, അങ്ങനെയുള്ളവർക്ക് മാത്രമേ നിങ്ങൾക്ക് ചെയ്തു തരുള്ളൂ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതിപ്പം നമ്മളിപ്പം എപ്പോഴും നമ്മൾ ഉറക്കമൊഴിഞ്ഞ് ചെയ്താലും 12 മണി, ഞാൻ പറഞ്ഞില്ലേ ശിവരാത്രി 12 മണി വരെ ആയാലും നമുക്ക് ആ ഫലം കിട്ടി. എനിക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഭഗവാൻ നിങ്ങൾ കഠിനമായിട്ട് ചെയ്യണം എന്നൊന്നും പറഞ്ഞു തന്നിട്ടേ ഇല്ല. പിന്നെ ഞാനൊക്കെ ചെയ്യുമ്പോൾ വ്രതമാണെങ്കിൽ ഞാനന്ന് ആ ദിവസം ഒരുപാട് തവണ, ഒരു 1001 തവണയെങ്കിലും ഞാനൊരു നോട്ട് ബുക്കോ അല്ലെങ്കിൽ പേപ്പറുണ്ടല്ലോ, പേപ്പർ ഷീറ്റൊക്കെ എടുത്ത് ഓം നമഃ ശിവായ എന്ന് ഞാൻ രാവിലെ മുതലേ ഇരുന്ന് എഴുതിയിട്ട് നമ്മൾ വൈകിട്ട് അമ്പലത്തിൽ പോകുമ്പോൾ അതവിടെ കൊണ്ട് വെച്ചേക്കും. അഥവാ നമുക്ക് അന്ന് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും അത് നമ്മൾ സൂക്ഷിച്ച് വച്ചിട്ട് നമ്മൾ എപ്പോഴെങ്കിലും പോകുമ്പം അത് ഭഗവാന്റെ നടയിൽ വച്ചിരുന്നാലും മതി കേട്ടോ. പക്ഷെ നമ്മളതങ്ങനെ എഴുതും എന്ന് വെച്ചാൽ നമ്മൾ ഭഗവാന് വേണ്ടി ചെയ്യുന്നതില്ല, അന്നത്തെ ദിവസം വ്രതം എടുക്കണില്ലേ. അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ അതിരുന്ന് എഴുതുക. വേറെ ഒന്നിലും നമ്മൾ മുഴുകാതെ ആ കാര്യങ്ങൾ നമുക്ക് എന്താണോ നമുക്ക് നടത്താനുള്ളത് നമ്മളത് മനസ്സിൽ എപ്പോഴും അതിനെപ്പറ്റി വിചാരിക്കുക, എനിക്ക് ആ കാര്യം നടത്തി തരണേ. ഞാനൊക്കെ വ്രതം എടുക്കണം അങ്ങനെയാണ്, എന്തെങ്കിലും കാര്യം നടക്കാൻ വേണ്ടിയാണ് കേട്ടോ. അത് പക്ഷേ എനിക്ക് നടന്നിട്ടുമുണ്ട്. ഞാനത് മനസ്സിൽ വിചാരിച്ച്, ഞാൻ പറഞ്ഞില്ലേ കഠിന വ്രതമൊന്നും എടുക്കാൻ പോകത്തില്ല, ഇങ്ങനെ അല്പമായിട്ടൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്.
ഭഗവാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ എനിക്ക് വേണ്ടി കഠിനം തന്നെ ചെയ്യണമെന്ന്. ഓരോരുത്തരുടെ ആരോഗ്യമനുസരിച്ച് വ്രതം എടുക്കാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിപ്പം നമുക്ക് എല്ലാ വർഷവും ശിവരാത്രി ഉണ്ടല്ലേ, അപ്പോൾ നമുക്ക് ആവശ്യം എന്താണ്, നമ്മുടെ ആരോഗ്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വ്രതം അനുഷ്ഠിക്കാവൂ. എല്ലാവർക്കും ഇപ്പം പട്ടിണി കിടന്നും കൊണ്ട് അങ്ങനെയൊന്നും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ പറഞ്ഞില്ലേ, 3 നേരവും നമുക്ക് ആഹാരം കഴിക്കാം. മത്സ്യം മാംസം ഒന്നും കഴിക്കാതെ നമ്മൾ എടുത്താൽ മാത്രം മതി. അതുപോലെ ഉറക്കമൊഴിയുന്നത് അതും ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഇപ്പം 12 മണിയൊക്കെ കഴിക്കാൻ എല്ലാവർക്കും പറ്റുമല്ലോ അല്ലേ. അപ്പോൾ അതായാലും മതി. അഥവാ അത് ഉറക്കമൊഴിയുന്നത് പോലെ അത് ഒരു ദിവസത്തിൻ്റെതല്ലേ, ഒരു ദിവസത്തെ പകുതി നമ്മൾ എടുക്കുകയല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പോൾ വ്രതം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ എന്താണ് തോന്നുന്നത് അതുപോലെ ആയിരുന്നാൽ മാത്രം മതി. നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യുക കേട്ടോ. അതാണ് ഓരോരുത്തരുടെയും വ്രതം എന്ന് പറയുന്നത്. അതായത് ഒരാൾ പറഞ്ഞ് കേട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നും ഇല്ല. നമ്മളെ മനസ്സിൽ എന്ത് നമുക്ക് നല്ലത് തോന്നുന്നു നമ്മൾ അത് മാത്രം ചെയ്താൽ മതി. ഭഗവാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഭഗവാൻ നമ്മൾ പ്രാർത്ഥനയോടുകൂടി വിളിച്ചാൽ മാത്രം മതി. അങ്ങനെ വിളിച്ചാൽ ഭഗവാൻ നമ്മളെ വിളി കേൾക്കുക തന്നെ ചെയ്യും. മഹാദേവൻ എപ്പോഴും നമ്മളെ മനസ്സിൽ നിന്ന് നമ്മൾ ഭഗവാനെ വിളിച്ച് ഭഗവാൻ നമ്മളെ കേൾക്കുക തന്നെ ചെയ്തിരിക്കും. അതിന് നമ്മൾ വ്രതം എടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നൊന്നും ഭഗവാൻ ചിന്തിക്കില്ല കേട്ടോ. അപ്പോൾ നാളത്തെ വ്രതം എടുക്കാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ ശിവരാത്രി ആശംസകൾ. നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.